ഓക്കെ, അസ്സലാമലൈക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടൈം മെഡിറ്റേഷനിലേക്ക് പോയാലോ? നിങ്ങൾ റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും ഓൺ ആയിട്ട് ഇരിക്കണം കേട്ടോ. നമ്മുടെ ടീനപ്പിന്റെ സെഷനിൽ കംപ്ലീറ്റ് നിങ്ങൾ ഓൺ ആയിട്ട് ഇരിക്കണം. സോ നിങ്ങൾ എപ്പോഴും ഞാൻ ചോദിക്കുന്നതിനൊക്കെ ചാറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ചാറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ റെഡി ആണെങ്കിൽ ഓക്കെ എന്നുള്ളത് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. മെഡിറ്റേഷൻ റെഡി ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഓക്കെ എന്ന് പറയാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. കണ്ണടച്ച് സ്വസ്ഥമായിട്ടിരിക്കാവുന്നതാണ്. നിങ്ങളുടെ ഇടത് കൈക്ക് മുകളിൽ വലത് കൈ ചേർത്ത് വെച്ച് മണ്ഡല മുദ്രയിൽ ഇരിക്കാവുന്നതാണ്. മെല്ലെ ദീർഘമായിട്ടുള്ള ഒരു ശ്വാസം എടുത്തു വിടാം. നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാവുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള വിജയത്തിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെല്ലാമാണോ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്, എന്തെല്ലാം സക്സസ് ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ കാണാവുന്നതാണ്. നിങ്ങൾ ഇന്ന് എന്താണോ തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതായിരിക്കും നാളെ നിങ്ങളായി തീരാൻ പോകുന്നത്. സോ മാക്സിമം പോസിറ്റീവ് ആയിട്ടുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എല്ലാ ചിന്തകളും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾ പഠനപരമായിട്ടുള്ള കാര്യങ്ങളിൽ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നതും, പഠനേതരമായിട്ടുള്ള കാര്യങ്ങളിൽ സക്സസ്ഫുൾ ആയി മുന്നോട്ട് പോകുന്നതും, ഈ ലോകം നിങ്ങളെ അംഗീകരിക്കുന്നതും, നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങളെ ഇൻസ്പയർ ആവുന്നതൊക്കെ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ആളുകൾ നിങ്ങളെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായങ്ങൾ സംസാരിക്കുന്നതും, അവർക്കിടയിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നതും, ഒരുപാട് സക്സസ്സുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആകർഷിച്ചെടുക്കുന്നതുമായിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങളിപ്പോൾ പൂർണ്ണമായിട്ടും ആ ഒരു ജീവിതം ആസ്വദിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും സന്തോഷപൂർവ്വം നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനോടും എല്ലാവരോടും ഒരു അനശ്വരമായിട്ടുള്ള ബന്ധം നിങ്ങൾ സൃഷ്ടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തരം വിജയങ്ങളോടും നിങ്ങൾക്ക് എന്തോ ഒരു അഗാധമായിട്ടുള്ള ഒരു ബന്ധം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ കൂടുതൽ വിജയിയാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇപ്പം നിങ്ങൾ മെഡിറ്റേഷനിലാണുള്ളത്. കണ്ണുകൾ അടച്ച് റിലാക്സ് ആയിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും ഇപ്പൊ മെഡിറ്റേഷൻ എന്നുള്ള ഒരു അവസ്ഥയിലാണുള്ളത്. സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എല്ലാ വിജയങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ നേട്ടങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നതും, നിങ്ങളുടെ പ്രശസ്തിയും സ്ഥാനവും ഓരോ ദിവസം ഉയർന്നുകൊണ്ടിരിക്കുന്നതും നിങ്ങൾക്ക് ഇപ്പൊ ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓരോ ദിവസവും നിങ്ങൾ കൂടുതൽ കൂടുതൽ ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നിങ്ങൾ കൂടുതൽ കൂടുതൽ വിജയിയായിക്കൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്. കുറച്ച് സമയം നിങ്ങൾക്ക് ഈ ഒരു ജീവിതം നന്നായിട്ട് ആസ്വദിക്കാം. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിഷ്വൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംസാരിക്കാം. ഞാൻ എൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ എൻ്റെ ജീവിതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് ആ തരത്തിലുള്ള വിജയത്തിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും സന്തോഷപൂർവ്വം നേരിടാൻ ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനോടും എല്ലാവരോടും അനശ്വരമായിട്ടുള്ള ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ വിജയിയാവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓരോ നിമിഷത്തിൽ നിന്നും ഞാൻ കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ പരിമിതികൾക്കപ്പുറത്തേക്ക് എല്ലായ്പ്പോഴും ഞാൻ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്.
എന്റെ വികാരങ്ങളുടെ പൂർണ്ണമായിട്ടുമുള്ള ഉത്തരവാദിത്തം എനിക്കാണ്. സോ എന്റെ വികാരങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ വിജയാത്മകമാവുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കുറച്ച് സമയം നിങ്ങളുടേതായിട്ടുള്ള ഒരു ലോകത്ത് നിങ്ങളുടേതായിട്ടുള്ള ഒരു വിജയത്തിൽ ഇങ്ങനെ ഇരിക്കാവുന്നതാണ്. വെരി ഗുഡ്. ഇനി മെല്ലെ നിങ്ങൾക്ക് മെഡിറ്റേഷനിൽ നിന്ന് തിരിച്ചു വരാവുന്നതാണ്. ഒരു ദീർഘമായിട്ടുള്ള ശ്വാസം എടുത്തു വിടാവുന്നതാണ്. ശേഷം നിങ്ങൾ റിലാക്സ് ആവുന്നത് വരെ നിങ്ങൾക്ക് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. ശേഷം നിങ്ങൾക്ക് മെഡിറ്റേഷനിൽ നിന്ന് മെല്ലെ തിരിച്ചു വരാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി മെഡിറ്റേഷനിൽ നിന്ന് തിരിച്ചു വന്നവർക്കൊക്കെ വീഡിയോ മോഡിൽ വരാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, മെഡിറ്റേഷനിൽ നിന്ന് തിരിച്ചു വന്നവരൊക്കെ വീഡിയോ മോഡിൽ പെട്ടെന്ന് വരാം. സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? മോർണിംഗ് മെഡിറ്റേഷൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചാറ്റ് ബോക്സിൽ അറിയിക്കാം, അല്ലെങ്കിൽ വോയിസ് ആയിട്ട് പറയാം. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ടീനപ്പിന്റെ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളൊരു ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത്, ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും നമ്മൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടായിരുന്നു അല്ലെ. നമ്മൾ ഏത് തരം ടീമിനോടൊപ്പമാണ് ജോയിൻ ചെയ്യേണ്ടത്, എത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകളിലാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇന്ന് നമ്മൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലൂടെയാണ് നമ്മൾ പോകുന്നത്. സോ ദ പവർ ഓഫ് ദ ഗുഡ് ഫ്രണ്ട്സ് ആൻഡ് ദ ഇൻഫ്ലുവൻസ് എന്നുള്ളതാണ്. കഴിഞ്ഞ ഡേയിൽ നമ്മൾ ഒരു ടീമിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഒരു സന്നദ്ധ സംഘടനയിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ ജോയിൻ ചെയ്യണം എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഗുഡ് ഫ്രണ്ട്, ഒരു നല്ല സുഹൃത്ത് നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊക്കെ ടീനേജേഴ്സ് ആയിട്ടുള്ള ആളുകളല്ലേ, നമുക്കൊക്കെ സുഹൃത്തുക്കൾ ഉണ്ടാകും. സ്വാഭാവികമാണ്, നമുക്കൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ചുറ്റിലുണ്ടാവും. സോ ആ സുഹൃത്തുക്കള് നമ്മളെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നമ്മളെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ആ സുഹൃത്തുക്കൾ എത്രത്തോളം നമ്മളെ മുന്നോട്ട് നയിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ വെൽ എന്തായിരിക്കണം, പ്രിപ്പയർഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ നല്ലപോലെ ചിന്തിക്കണം ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട്. ഒരുപാട് സുഹൃത്തുക്കളെ നമുക്ക് കിട്ടും അല്ലെ. ഇന്നത്തെ കാലത്ത് നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിലുള്ള ആളുകളായിരിക്കാം, ചിലപ്പം സോഷ്യൽ മീഡിയ വഴിയുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ കസിൻസ് ആയിരിക്കാം. അങ്ങനെ പല ടൈപ്പ് ഓഫ് ആളുകളുമായിട്ട് നമ്മൾ ഇന്ന് കണക്റ്റഡ് ആണ്. നമ്മൾ ഇന്ന് സൗഹൃദം സ്ഥാപിക്കുന്നുണ്ട്, അവരുമായിട്ട് നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ട്. സോ നമ്മള് നമ്മളുടെ ഒരു സർക്കിൾ എന്താണോ, ഹു ഈസ് യുവർ സർക്കിൾ എന്ന് ചോദിച്ചാല് നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം ആരോടൊപ്പമാണോ സ്പെൻഡ് ചെയ്യുന്നത്, അവരുടെ ഒരു ആവറേജ് ആയിരിക്കും നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി. സോ നിങ്ങൾ ഒരു 5 ഫ്രണ്ട്സിനെ എടുത്തു കഴിഞ്ഞാൽ ആ 5 ഫ്രണ്ട്സിന്റെ ഒരു ആവറേജ് ആയിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത്. സോ ഷോ മീ യുവർ ഫ്രണ്ട്സ് ഹൂ, ഐ വിൽ ഷോ യു വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ എന്നുള്ളത്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ പറഞ്ഞു തരാന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ കാണിച്ചു തരാന്നുണ്ടെങ്കിൽ, ഒരു 5 ഫ്രണ്ട്സിനെ നിങ്ങൾ കാണിച്ചു തരാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് ഫ്യൂച്ചർ എന്താന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ബിക്കോസ് അതിന്റെ ഒരു ആവറേജ് ആയിരിക്കും നിങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ പോലും നല്ല രീതിയിൽ ചിന്തിക്കുന്നതായിട്ടുണ്ട്. നമുക്കും ഒരു ഒരു പുതിയൊരു ഇൻസിഡന്റിലേക്ക് നമ്മൾ പോകും, അല്ലെങ്കിൽ പുതിയൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ഏത് ടൈപ്പ് ഓഫ് സുഹൃത്തുക്കളെ വേണമെങ്കിലും തെരഞ്ഞെടുക്കാം അല്ലെ. നമ്മൾ പുതിയൊരു പ്രോഗ്രാമിന് പോവാണ്, പുതിയ എന്തെങ്കിലും ഒരു പരിപാടികൾക്ക് നമ്മൾ പോകണം, അവിടെ നമുക്ക് അറിയാത്തതോ അറിയുന്നതായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകും. സോ അവിടെ എത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊരു ധാരണ വേണം. ഒരുപാട് ആളുകൾ നമ്മൾ ചുറ്റിലുണ്ടാവും, ഒരുപാട് ആളുകൾ ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നുണ്ടാവും, നമ്മളോട് ഇടപെടുന്നുണ്ടാവും, അതൊക്കെ നാച്ചുറൽ ആണ്. സോ അതൊക്കെ ഓക്കെയാണ്. നമുക്ക് എല്ലാവരോടും നമ്മൾ സംസാരിക്കണം, ഇടപെടണം, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ നമ്മൾ കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കേണ്ടത്, നമ്മൾ കൂടുതൽ സൗഹൃദം സ്ഥാപിക്കേണ്ടത് ഏത് ടൈപ്പ് ഓഫ് ആളുകളായിട്ടാണ്?
അത് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്ന, നമ്മളെ പോസിറ്റീവ് വൈബ്രേഷനിലേക്ക് എത്തിക്കുന്ന സുഹൃത്തുക്കളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സൗഹൃദം സ്ഥാപിക്കേണ്ടത്. അപ്പം ചിലപ്പം ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് നമ്മളെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സൗഹൃദങ്ങൾ ഉണ്ടാവും അല്ലെ. എല്ലാ ആളുകളും ചിലപ്പോൾ പോസിറ്റിവിറ്റി നമുക്ക് നൽകുന്ന ആളുകളൊന്നും ആയിക്കൊള്ളണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ അവരിൽ നിന്നിട്ട് നമ്മൾ എങ്ങനെ മൂവ് ഓൺ ചെയ്യണം, അല്ലെങ്കിൽ അവരിൽ നിന്നിട്ട് നമ്മൾ ബാക്ക് മൂവ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ചിന്തിക്കണം. അതിനനുസരിച്ചിട്ട് നമ്മൾ അത്തരം സൗഹൃദങ്ങളിൽ നിന്നിട്ട് പതിയെ പതിയെ നമ്മൾ ബാക്കോട്ട് കടക്കണം. സോ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള സൗഹൃദങ്ങൾ, ഈ പോസിറ്റീവ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നതാവണം. നമ്മുടെ ഫ്യൂച്ചർ സക്സസ്ഫുൾ ആക്കുന്ന സുഹൃത്തുക്കളായിരിക്കണം. നമ്മുടെ മൈൻഡ് സെറ്റ് ഓക്കെ ആക്കുന്ന സുഹൃത്തുക്കളായിരിക്കണം. നമ്മളെ ഇന്ന് സക്സസിലേക്ക് നയിക്കുന്ന സുഹൃത്തുക്കളായിരിക്കണം. അല്ലാതെ നമ്മളെ കുറെ വൈബാക്കി നടക്കുന്ന, അല്ലെങ്കിൽ എന്തിനും ഏതിനും സുഹൃത്തുക്കൾ കൂടെയുണ്ട്, കുറെ വൈബാക്കി നടക്കുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ ഓക്കെ, വൈബ്രേഷൻ ഒക്കെ അടിപൊളിയാണ്. കുറച്ചൊക്കെ വൈബ്രേഷൻ, നമ്മൾ കുറച്ചൊക്കെ വൈബും കുറച്ചൊക്കെ എൻജോയ്മെന്റ് ഒക്കെ നമ്മുടെ ലൈഫിൽ വേണം, അതൊരു ഭാഗത്ത്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മുടെ ലൈഫിൽ നമ്മളെ സക്സസിലേക്ക് എത്തിക്കുന്ന ടൈപ്പ് ഓഫ് സുഹൃത്തുക്കളെ നമ്മൾ കണ്ടെത്തണം. അവരായിട്ട് നമ്മൾ കൂടുതൽ റിലേറ്റബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. ആ സുഹൃത്തുക്കൾ ആരും ആവാം, നമ്മുടെ സ്കൂളിലുള്ള സുഹൃത്തുക്കളാവാം, അതല്ലെങ്കിൽ നമ്മുടെ കസിൻസ് ആവാം, നമ്മുടെ ചുറ്റുള്ള ആരും ആവാം. ആ സുഹൃത്തുക്കള് പോസിറ്റീവ് വൈബ്രേഷൻ ഉള്ളവരായിരിക്കണം. അവര് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നവരായിരിക്കണം. ഫ്യൂച്ചറിന് വേണ്ടി സംതിങ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. നിങ്ങൾ റെഡിയാണോ? ചാറ്റ് ബോക്സിൽ അറിയിക്കും. റെഡിയാണോ? ഓക്കെ, പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഒന്നല്ലെങ്കിൽ ഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ ലിസ്റ്റ് ഡൗൺ ചെയ്യുക 5 people who you spend most time with എന്നുള്ളത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു 5 സുഹൃത്തുക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ പേര് ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി തന്നെ റൗണ്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അവരൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു 5 സുഹൃത്തുക്കൾ. ഓക്കെ, നമ്മളുണ്ടല്ലോ ഈ ഒരു ടീനപ്പിന്റെ പ്രോഗ്രാമില് സിമ്പിൾ ആയിട്ടുള്ള, നിങ്ങൾക്കൊക്കെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും നമ്മൾ ആക്ടിവിറ്റി ആയിട്ടും മറ്റൊക്കെ ചെയ്യുന്നത്. സോ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉണ്ടല്ലോ, നിങ്ങൾ പ്രോപ്പർ ആയിട്ട് അതിന്റെ കൂടെ ഇങ്ങനെ ചെയ്തു വരികയാണെങ്കിൽ, ആക്ടിവിറ്റീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല റിസൾട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ അറിയാം, നമ്മളുടെ ഏകദേശം ഒരു 10ഓളം ടീനപ്പ് സെഷൻസ്, 5-8 സെഷൻസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ 10 സെഷനിൽ നമ്മൾ കൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള പല സ്റ്റുഡൻസിനും പല ടീനേജേഴ്സിനും ഇന്ന് അവരുടെ ലൈഫിൽ കുറെ രീതിയിലുള്ള ഇമ്പാക്റ്റുകൾ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അല്ലെ. അവർക്ക് ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ജേർണികൾ ഷെയർ ചെയ്യാനുണ്ട്. ഇപ്പം പല നമ്മുടെ ടീംസും അത്തരം സക്സസ്ഫുൾ ആയിട്ടുള്ള ജേർണികൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അവര് ടീനപ്പിലൂടെ, അല്ലെങ്കിൽ കുറച്ച് സമയം അവർ പോസിറ്റീവ് ആയിട്ടുള്ള വൈബ്രേഷനുള്ള ആളുകളായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന കുറെ സക്സസുകളും, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു ചേഞ്ചസുകളും, അവരുടെ മൈൻഡ് സെറ്റിൽ ഉണ്ടായിട്ടുള്ള വലിയ വലിയ മാറ്റങ്ങളെ കുറിച്ചിട്ടൊക്കെ അവര് പറയാറുണ്ട്. അപ്പം നിങ്ങളും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പുതിയ ആളുകളും ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ നമ്മുടെ ലൈഫില് നമുക്ക് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റുകൾ ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഭംഗിയായിട്ട് നമ്മൾ ആക്ടിവിറ്റികളൊക്കെ ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, അത് എന്താ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പെർഫെക്റ്റോട് കൂടി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റികളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ വലിയ വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്നത്. സോ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അത്തരം ആക്ടിവിറ്റികൾ ചെയ്യുക. നമ്മുടെ ലൈവ് സെഷനിൽ തന്നെ നിങ്ങൾ വന്നിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ആക്ടിവിറ്റി ചെയ്തോ? ചെയ്തു കഴിഞ്ഞാൽ മെൻഷൻ ചെയ്യുക. ചാറ്റിൽ അറിയിക്കല്ലോ ചെയ്യേണ്ട മിസ്സേ? അതെ, നിങ്ങളുടെ മൈക്ക് ഓൺ ചെയ്ത് നിങ്ങൾക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ ചാറ്റിൽ അറിയിച്ചാലും മതി. ഓക്കെ, ഡൺ. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോ 5 സുഹൃത്തുക്കളെ നിങ്ങൾ ലിസ്റ്റ് ഓൺ ചെയ്തു അല്ലെ. ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, ഇതിലെ ഓരോ പേരും എടുത്ത് ചിന്തിക്കുക. ഈ ഫ്രണ്ടിന്റെ ഒരു വൈബ്രേഷൻ എങ്ങനെയാണ്? ഈ ഫ്രണ്ടുമായിട്ട് ഞാൻ കൂടുതൽ ഇടപെടേണ്ടതുണ്ടോ? അതല്ല,
എന്റെ ഇപ്പം ഞാൻ കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സുകളെയാണല്ലോ ഇപ്പൊ നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പം ഈ ഫ്രണ്ട് സർക്കിൾ നിന്നിട്ട് ഞാൻ മാറിയിട്ട്, അതായത് ഈ സുഹൃത്തിനെ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് പകരം അവിടെ മറ്റേതെങ്കിലും സുഹൃത്തുക്കളെ കൂടുതൽ സക്സസ്ഫുൾ ആയിട്ട് ഉള്ള ആളുകൾ, അല്ലെങ്കിൽ കൂടുതൽ നമ്മളെ പോസിറ്റീവിലേക്ക് എത്തിക്കുന്ന ആളുകളായിട്ട് കണക്റ്റഡ് ആക്കേണ്ടതുണ്ടോ എന്ന് ജസ്റ്റ് ചിന്തിക്കുക. സുഹൃത്തുക്കൾ എപ്പോഴും നമ്മളെ സുഹൃത്തുക്കൾ തന്നെയാണ്. അതിൽ നല്ലവരും ചീത്തവരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാകും. അതിൽ പോസിറ്റീവ് ആയിട്ടുള്ളവരും നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും. ബട്ട് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. എല്ലാവരോടും നമ്മൾ നല്ല രീതിയിൽ സുഹൃത്തുക്കളായിട്ട് മുന്നോട്ട് പോവുക തന്നെ വേണം. പക്ഷെങ്കിൽ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്, നമ്മൾ കൂടുതൽ അറ്റാച്ച്ഡ് ആയി മാറേണ്ടത് ഏത് ടൈപ്പ് ഓഫ് സുഹൃത്തുക്കളെയാണ് എന്നുള്ളത് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലാണ്, അല്ലെ? ഇപ്പൊ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ആളുകളായിരിക്കും ചിലപ്പം ഇപ്പൊ നിങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുള്ളത്. അതിൽ അവർ നമ്മൾ പോസിറ്റീവായിട്ട് എത്തിക്കുന്നവരാണെങ്കിൽ ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ബട്ട് അവർ നമ്മൾ പോസിറ്റിവിറ്റിയിലേക്ക് എത്തിക്കുന്നില്ല, അവര് നമ്മൾ റോങ് ആയിട്ടുള്ള പലതിലേക്കാണ് എത്തിക്കുന്നത്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പല ഇമ്പാക്റ്റുകളാണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സൗഹൃദത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, അത്തരം സൗഹൃദങ്ങളിലാണ് നിങ്ങൾ ഇപ്പം ഉള്ളത് എങ്കിൽ പതിയെ പതിയെ അത്തരം സൗഹൃദങ്ങൾ വിട്ടിട്ട് നിങ്ങൾ നല്ല നല്ല കൂട്ടുകെട്ടുകളിലേക്ക്, നല്ല സൗഹൃദങ്ങളിലേക്ക് മൂവ് ഓൺ ചെയ്യുക. ഓക്കെ, കൂടുതൽ സമയം നിങ്ങൾ ഓക്കെ, ഈ സുഹൃത്തുക്കൾ, ഈ ബെസ്റ്റ് ഫ്രണ്ട്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും, അവരോടായിട്ട് സമയം സ്പെൻഡ് ചെയ്യും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് അവർ തന്നെ ആയിരിക്കാം. ബട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ പോസിറ്റിവിറ്റി നിങ്ങൾക്ക് നൽകുന്ന സുഹൃത്തുക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരോട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. അവരോടൊപ്പം നിങ്ങൾ നല്ല നല്ല സൗഹൃദങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. അതോടൊപ്പം നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റിവിറ്റി നിറക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ അങ്ങനെ 5 പേരെ ലിസ്റ്റ് ഓൺ ചെയ്തു. നിങ്ങൾ അവരെ ഓരോരുത്തരെയും ഒന്നിങ്ങനെ ചിന്തിക്കുക, ഇവർ എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള എന്ത് ഇമ്പാക്റ്റ് ആണ് തരുന്നത് എന്നുള്ളത്. ജസ്റ്റ് ഓരോ സുഹൃത്തുക്കളെയും കണ്ടിട്ട്, ഓരോ സുഹൃത്തുക്കളെ പേരും നോക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് ചിന്തിക്കുക അവരെ കുറിച്ചിട്ട്. ഓക്കെ, എന്നിട്ട് ടിക്ക് ചെയ്യുക, ആ സുഹൃത്തുമായിട്ട് ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഉള്ളവരാണെങ്കിൽ ഓക്കെ, ജസ്റ്റ് ടിക്ക് ചെയ്യുക. ഓക്കെ, ആ ഒരു സുഹൃത്ത് എനിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് തരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഇൻറ്റു മാർക്ക് ഇടുക. ചെയ്തോ? അങ്ങനെ 5 പേരെയും നിങ്ങൾ എന്തെങ്കിലും ലിസ്റ്റ് ഡൗൺ ചെയ്യുക. 5 പേരെയും ഒന്ന് വാല്യൂ ചെയ്യുക, ടിക്ക് ഇടുക, ഇൻറ്റു ചെയ്യുക. റെഡി അല്ലേ? ഓക്കെ, അപ്പം ചെയ്താല് കഴിഞ്ഞാൽ ഡൺ എന്ന് ചാറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഓക്കെ, ഞാൻ ചെറിയ സ്റ്റോറി പറഞ്ഞുതരാം. നമ്മളെ ഒരു ബക്കറ്റില് കുറെ ടൊമാറ്റോസ് ഉണ്ട്. ഐ മീൻ തക്കാളികൾ, ടൊമാറ്റോസ് ഒരുപാടുണ്ട് ഒരു ബക്കറ്റില്. സോ ആ ബക്കറ്റിലെ ടൊമാറ്റോ, ഇതിൽ നല്ല പഴുത്ത നല്ല പാകത്തിലായിട്ടുള്ള ഒരുപാട് ടൊമാറ്റോസ് ഉണ്ട്. സോ അതിൽ ഒരു ടൊമാറ്റോക്ക് ചെറിയൊരു കേട് വന്നിട്ടുണ്ട്. അങ്ങനെ കേട് വന്ന് അതിങ്ങനെ എന്താ പറയാ, ഇങ്ങനെ കേടായി ചീത്തായി പോയി തുടങ്ങിയിട്ടുണ്ട്. സോ അതും ഈ ഒരു ബക്കറ്റിലുണ്ട്. അത് നമ്മളൊരു കുറച്ച് സമയം ആ ബക്കറ്റ് അവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാണ്. അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ഒരു ബക്കറ്റ് നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു ടൊമാറ്റോയുടെ കേട് മറ്റു ടൊമാറ്റോസിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാവും. സ്വാഭാവികം മറ്റു ടൊമാറ്റോസ് ഒക്കെ എന്തായിട്ടുണ്ടാവും, കേട് വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. സോ ഇതേപോലെ ഇനിയിപ്പോ നമ്മൾ എല്ലാം നല്ല ടൊമാറ്റോസ് ആണ് ആ ഒരു ബക്കറ്റിൽ ഉള്ളതെങ്കിൽ കുറച്ചും കൂടെ ടൈം ഒരു ലിവിങ് എന്തുണ്ടാവും, ആ ഒരു ടൊമാറ്റോസിന് ഉണ്ടാവും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേടായിട്ടുള്ള എന്തെങ്കിലും പദാർത്ഥങ്ങളിലൊരു നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതും പെട്ടെന്ന് കേട് വരും. നമ്മൾ നല്ല ടൊമാറ്റോസ്, നല്ല വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ ആണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ അത് കുറച്ചും കൂടെ ടൈം എന്ത് ചെയ്യും, ലാസ്റ്റ് ചെയ്ത് നിൽക്കും എന്നുള്ളതാണ്. അപ്പം ഇതേപോലെ നമ്മളുടെ ഫ്രണ്ട്സ് സർക്കിളിലും റോങ് ആയിട്ടുള്ള, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും, തെറ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു സുഹൃത്ത് ഉണ്ടെങ്കിൽ, നെഗറ്റീവ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് തരുന്ന ഏതെങ്കിലും ഒരു സുഹൃത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു ഇമ്പാക്റ്റ്, അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ ലൈഫിലും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് സർക്കിളിലും ഉണ്ടാകും എന്നുള്ളതാണ്.
സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നെഗറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും സുഹൃത്തുക്കൾ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്കുള്ളിലുണ്ടെങ്കിൽ ആ ഒരു ഇൻഫ്ലുവൻസ് അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു ഇമ്പാക്ട് നമ്മളിലേക്കും പകരും, നമ്മളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്കും പകരും. അങ്ങനെ നമ്മളുടെ ഉള്ളിലും നമ്മൾ ആ ഒരു ഗ്രൂപ്പിലും എന്തുണ്ടാവും, നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നെഗറ്റീവ് ആയിട്ടുള്ള എനർജികൾ ഉണ്ടാകും. നമ്മളും തെറ്റായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള പരാജയങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, അത്തരം നെഗറ്റീവ് ആയിട്ടുള്ള ടൊമാറ്റോസ്, കേടുവന്ന ടൊമാറ്റോസ് ഉണ്ടെങ്കിൽ അതിനെപ്പം കേടുവന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് തന്നെ പുറത്തേക്ക് എടുത്തു കളയാൻ പറ്റണം. നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ ലൈഫിൽ നിന്ന്, നമ്മുടെ സൗഹൃദ വലയങ്ങളിൽ നിന്നിട്ട് നമുക്ക് മാറ്റി നിർത്താൻ പറ്റണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളും എന്തായി പോവും, ചീത്തയായി പോവും, കേടുവന്ന് പോകും എന്നുള്ളതാണ്. ഈ പറയുന്നതിന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലെ? ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഉള്ളിലുള്ള ഗുഡ് ഫ്രണ്ട്സ് ഏതൊക്കെയാണ്, ഫേക്ക് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഏതൊക്കെയാണെന്നുള്ളത്. നിങ്ങളെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് സർക്കിളൊക്കെ മാറ്റി നിർത്തിയിട്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുക, ഇപ്പം നിങ്ങളൊരു വൈബ്രേഷനിൽ ഇരിക്കുകയാണല്ലോ അല്ലെ? ആ വൈബ്രേഷനിൽ നിങ്ങൾ ചിന്തിക്കുക, എന്റെ ഗുഡ് ഫ്രണ്ട്സ് ആരൊക്കെയാണ്, എന്നെ സക്സസിലേക്ക് എത്തിക്കുന്ന, എന്നെ നല്ല പോസിറ്റീവ് വൈബ്രേഷനിലേക്ക് എത്തിക്കുന്ന, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന നല്ല ഗുഡ് ഫ്രണ്ട്സ് ആരൊക്കെയാണ് എന്നുള്ളത് ചിന്തിക്കുക. സോ ഫേക്ക് ആയിട്ടുള്ള ഫ്രണ്ട്സ്, അതായത് എന്നെ സക്സസിലേക്കൊന്നും എത്തിക്കുന്നില്ല, പ്രത്യേകിച്ച് നല്ലൊരു എന്താ പറയാ എനർജി ഒന്നും എനിക്ക് പാസ് ചെയ്യുന്നില്ല, എന്നെ തെറ്റായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് എത്തിക്കുന്നത്, എന്നെ ചീത്ത, അതായത് എന്നെ കുറ്റം പറയാ, എന്നോട് അസൂയ വെക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യാത്ത, എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ അവഗണിക്കുന്ന, അതല്ലെങ്കിൽ എന്നെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്താ പറയാ പല അഡിക്ഷൻസിലേക്കും എന്നെ കൊണ്ടുപോകുന്ന, എന്നെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സുഹൃത്തുക്കൾ ഉണ്ടോ, അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഫേക്ക് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ ആ ഒരു ഇതിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. നിങ്ങളെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഗുഡ് ഫ്രണ്ട്സ് എന്നുള്ളതിലും കാറ്റഗറൈസ് ചെയ്യുക. ഓക്കെ, പെട്ടെന്നൊന്ന് ലിസ്റ്റ് ചെയ്തേ. നിങ്ങൾ ലിസ്റ്റ് ഓൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളോട് ഹോണസ്റ്റി ആയിട്ട്, നിങ്ങൾ നല്ല പോസിറ്റീവായിട്ട് നിൽക്കുന്ന, നിങ്ങളെ അപ്ലിഫ്റ്റിംഗ് ചെയ്യുന്ന, നിങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഫ്രണ്ട്സ് ഏതൊക്കെയാണെന്നുള്ളതും, അതുപോലെ നിങ്ങളെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന, ജലസ് ആയിട്ടുള്ള, നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന, ഓവർ കൺട്രോൾ ചെയ്യുന്ന, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ പറഞ്ഞൂടെ, എങ്ങനെ പറഞ്ഞൂടെ, ഞാൻ പറയുന്ന മാതിരി ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ നിങ്ങളെ എപ്പോഴും കൺട്രോൾ ചെയ്യുന്ന, നിങ്ങൾക്ക് ഒരു ഫ്രീഡം ഇല്ലാത്ത, നിങ്ങൾ കൺട്രോൾ ചെയ്യുന്ന സുഹൃത്തുക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഫേക്ക് ഫ്രണ്ട്ഷിപ്പിലും, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള, നിങ്ങൾ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന, നിങ്ങൾക്ക് നല്ല എപ്പോഴും പോസിറ്റീവ് വൈബ്രേഷൻ തരുന്ന സുഹൃത്തുക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ പോസിറ്റീവ് ഫ്രണ്ട്സിലുമാണ് ആഡ് ചെയ്യേണ്ടത്. സോ പെട്ടെന്ന് നിങ്ങളൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യാം. കഴിഞ്ഞോ? കഴിഞ്ഞോ? ആക്ടിവിറ്റി കഴിഞ്ഞാൽ ഡൺ ചെക്ക് ബോക്സിൽ വെക്കാം കേട്ടോ. അപ്പം നമ്മുടെ സൗഹൃദ വലയങ്ങളിലെ, നമ്മുടെ ചുറ്റിലും, ഇനിയിപ്പോ സുഹൃത്തുക്കൾ തന്നെ ആയിക്കൊള്ളുന്നില്ല, നമ്മുടെ ചുറ്റിലുള്ള പല ആളുകളും, നമ്മൾ പല ടൈപ്പ് ഓഫ് ആളുകളെ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അല്ലെ? സ്വാഭാവികമായിട്ട് നമ്മളൊരു ഹ്യൂമൻ ബീങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പല
പല ടൈപ്പ് ഓഫ് ആളുകളെ പല രീതിയിൽ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതില് നമ്മൾ എനർജി ഗിവേഴ്സ് ആരൊക്കെയാണ്, എനർജി ട്രെയിനേഴ്സ് ആരൊക്കെയാന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അത് എപ്പോഴും നമുക്ക് ആ ഒരു തോട്ട് നമ്മുടെ ഉള്ളിൽ വേണം. ഓക്കെ, എന്റെ എനർജിയെ ഏറ്റവും നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ട്, ഓക്കെ വെരി ഗുഡ്, ഡൺ. ചെയ്തു കഴിഞ്ഞവരൊക്കെ ഡൺ എന്ന് ചാറ്റ് ബോക്സിൽ അടിക്കട്ടോ. ഓക്കെ, നെക്സ്റ്റ്, നമ്മുടെ ഉള്ളിൽ എനർജി ഗിവേഴ്സും ഉണ്ട്, എനർജി ഡ്രൈനേഴ്സും ഉണ്ട്. അപ്പൊ നമ്മൾ എനർജിയെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന, നമ്മുടെ എനർജിയെ അപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരൊക്കെയാന്നുള്ളതിനെ കുറിച്ചുള്ള നമുക്ക് ഒരു ഐഡിയ വേണം. അതുപോലെ നമ്മുടെ എനർജിയെ ഡ്രൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മുടെ എനർജിയെ പുൾ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരൊക്കെയാന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊരു ഐഡിയ വേണം. സോ എപ്പോഴും അത് നമുക്ക് ചിന്തിക്കാൻ പറ്റണം. നമ്മളുടെ എനർജിയെ ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, നമ്മളെ പോസിറ്റീവ് ആക്കി മാറ്റാൻ ശ്രമിക്കുന്ന ആളുകൾ എന്തൊക്കെയാണ്, അത്തരം സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന് ചിന്തിച്ചിട്ട് കൂടുതൽ നമ്മൾ അത്തരം കാര്യങ്ങളായിട്ട് അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ നെഗറ്റീവിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, അത് ഇനിയിപ്പോ നമ്മളുടെ വ്യക്തികളാവാം, അല്ലെങ്കിൽ സാഹചര്യങ്ങളാവാം, ചിലപ്പോൾ എന്തെങ്കിലും നമ്മുടെ എന്തെങ്കിലും ഉപകരണങ്ങളാകാം, ഐ മീൻ ദ ഫോൺ, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഉപകരണങ്ങളാവും. ഇത്തരം നമ്മുടെ എനർജിയെ ഡ്രൈൻ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചുറ്റിലുണ്ടെങ്കിൽ അതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കണക്ഷൻസ് ഡിസ്കണക്ട് ചെയ്യുക. മറ്റു നമ്മളെ പോസിറ്റീവിലേക്ക് എത്തിക്കുന്ന ആളുകൾ നമ്മൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാൻ പറയട്ടെ, നമ്മൾ പീർ പ്രഷർ എന്ന് പറയുന്ന ഒരു വലിയ സംഗതി നമുക്കുള്ളിൽ നമുക്ക് പലർക്കും ഉണ്ടാവും അല്ലെ. നമ്മളെ എന്ത് ചെയ്യാ, നമ്മുടെ സുഹൃത്തുക്കളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള പല ആളുകളും നമ്മളെ പ്രഷർ ചെയ്യുന്ന, നമുക്ക് ഇഷ്ടമില്ലാത്ത, നമുക്ക് താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ നമ്മളെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ പ്രഷർ ചെയ്യുന്ന ഓക്കെ, ആരാ വൈറ്റ് ബോർഡ് ഇതാക്കിയിട്ടുള്ളത്? ഓക്കെ, അപ്പം നമ്മളെ പീർ പ്രഷറുകൾ നമ്മളെ നെഗറ്റീവിലേക്ക് എത്തിക്കുന്ന, നമ്മൾ പ്രഷർ ചെയ്യുന്ന, നമ്മൾ കൂടുതൽ കൺട്രോൾ ചെയ്യുന്ന സൗഹൃദങ്ങള് നമ്മൾ ചുറ്റിലും അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുക? അത് ജസ്റ്റ് ഒന്ന് എഴുതി. നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുക? ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കണേ. വാട്ട് വുഡ് യു ഡു? നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ പീർ പ്രഷറുകൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്കൊരു എങ്ങനെയുള്ള ആളുകൾ, എങ്ങനെ ആയിരിക്കണം എന്റെ സുഹൃത്തുക്കളെ, എങ്ങനെയുള്ള ആളുകളായിട്ട് കണക്ട് ചെയ്യണം, അത് ഏത് രീതിയിലായിരിക്കണം, അങ്ങനെ നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എങ്ങനെ അതിനെ ഓവർകം ചെയ്യണം, ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഐഡിയ ഇപ്പൊ കിട്ടി തുടങ്ങുന്നില്ലേ? നിങ്ങൾ ഇതിലുള്ള ഓരോ ആക്ടിവിറ്റീസും ചെയ്യുമ്പോഴാണ് അതിനൊക്കെ കൂടുതൽ ക്ലാരിറ്റിയും കൂടെ കിട്ടുക. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, യു ഡിസേർവ് റെസ്പെക്ട്ഫുൾ ആൻഡ് റിയൽ കണക്ഷൻസ്. നല്ല റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള, നല്ല റിയൽ ആയിട്ടുള്ള കണക്ഷൻസ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഓരോരുത്തരും ഡിസേർവ് ചെയ്യുന്നുണ്ട്. സോ അത്തരം കണക്ഷൻസ്, അത്തരം ഫ്രണ്ട്ഷിപ്പ്, അത്തരം റിലേഷൻഷിപ്പുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ ഓരോരുത്തരും അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. സോ നല്ല ആളുകളായിട്ടുള്ള കണക്ഷൻസ് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ദെൻ ഇന്നത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഹേർട്ടുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക ആൻഡ് നിങ്ങളുടെ ഹേർട്ടിനോട് നിങ്ങൾ സംസാരിക്കുകയാണ്. സോ ആ ഒരു വൈബ്രേഷനിൽ ഇരുന്നിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുക. ഐ ചൂസ് പോസിറ്റീവ് ആൻഡ് റെസ്പെക്ട്ഫുൾ ഫ്രണ്ട്ഷിപ്സ്. And I am not afraid to walk away from fake friends. Okay, I choose positive and respectful friendships. I am not afraid to walk away from fake friends. Okay, very good. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏകദേശം നമ്മുടെ ഒരു ഇന്നത്തെ സെഷന് വൈൻഡപ്പ് ചെയ്യാം അല്ലേ?
അപ്പൊ നമ്മൾ എന്നും പറയുന്ന പോലെ നമ്മൾ മോർണിംഗിൽ 5 AM എണീറ്റിട്ടുണ്ട്. സോ ഇന്നത്തെ ടൈം നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യാതെ ഇന്ന് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ മോർണിംഗിനെ വരവേറ്റിട്ടുണ്ട്. സോ നല്ലൊരു മെഡിറ്റേഷൻ, നല്ലൊരു സെഷൻ ഇതൊക്കെ കഴിഞ്ഞ് ഇനി നിങ്ങൾ ഇന്നത്തെ സമയം നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ സെൽഫിനോട് പറയാനുള്ളത്, നിങ്ങളുടെ സെൽഫിലേക്ക് വേണ്ടി എന്താണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, അതിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നിങ്ങൾ മാറ്റി വെക്കുക. സംതിങ് നിങ്ങൾക്ക് എന്താണെന്ന് ചെയ്യാൻ തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ നല്ല ലൈഫിലേക്ക് വേണ്ടി, സക്സസ്ഫുൾ ആയിട്ട് ലൈഫിലേക്ക് വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നത് അതിനു വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് അത് ചെയ്യുക. നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് ആക്കി മാറ്റുക. സോ എന്നത്തെയും പോലെ ഇന്നും പറയാണ്, നിങ്ങൾ പവർഫുൾ ആയിട്ടുള്ള മോർണിംഗ് ആക്കി മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കുറെ സക്സസുകൾ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരും. നിങ്ങൾക്ക് അതിനൊക്കെ പഠനത്തിൽ ഇതാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ചെറിയൊരു ചലഞ്ചും കൂടെ തന്നിട്ട് ഇന്ന് നമുക്ക് ഇന്നത്തെ സെഷനെ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ ചലഞ്ച് നിങ്ങൾ ഹു വിൽ ഐ സ്പെൻഡ് മോർ ഓർ ലെസ് ടൈം വിത്ത് വീക്സ്. ഈ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു വീക്കില് ഏറ്റവും കൂടുതൽ ടൈം ആരുമായിട്ട് സ്പെൻഡ് ചെയ്യും, ഏറ്റവും കുറച്ച് സമയം ആരുമായിട്ട് സ്പെൻഡ് ചെയ്യും. അതായത് നിങ്ങളുടെ ടൈം നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടത് ആരുടെ കൂടെയാണ്. നിങ്ങൾ ഇന്ന് ഈ ഒരു വീക്കില് നിങ്ങളുടെ ടൈം കുറച്ച്, അതായത് ലെസ് ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് ആരുടെ കൂടെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. സോ നിങ്ങൾ അതിനനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഇന്നത്തെ ചലഞ്ചാണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം നിങ്ങൾ ആരോട് സ്പെൻഡ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ എഴുതുക. അവരുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീക്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. റെഡിയാണോ? ആർ യു റെഡി? ആർ യു റെഡി? ഓക്കെ, സൗണ്ടിൽ പറയൂ. ആർ യു റെഡി? നിങ്ങളെ മൈക്കൊക്കെ എല്ലാവരും നിങ്ങളുടെ മൈക്കൊക്കെ ഇതാക്കിയിട്ട് ആർ യു റെഡി? ആർ യു റെഡി? റെഡി അല്ലേ? ഓക്കെ, ആർ യു റെഡി? സൗണ്ടിൽ പറയൂ. ഐ ആം റെഡി എന്ന് പറയൂ. ആർ യു റെഡി? I am ready. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ സൗണ്ടിൽ പറയൂ. ആർ യു റെഡി? I am ready. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. അപ്പം ആക്ടിവിറ്റി ചെയ്യുക, ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുക, ചലഞ്ച് ചെയ്യുക. ഈ ഒരു 1 വീക്കിലുള്ള ചലഞ്ചാണ്. സോ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ ഒരു സെഷനെ കുറിച്ചിട്ട് 1-2 ആളുകൾ ജസ്റ്റ് ഒന്ന് ഫീഡ്ബാക്ക് പറയൂ. ആര് പറയും? ഓക്കെ, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം, സംസാരിക്കാം. ഓക്കെ, ഫൈമ പറയൂ. ഇന്നത്തെ സെഷനെ കുറിച്ചിട്ട് എന്താണ് ഒരു ഫീഡ്ബാക്ക്? എന്താണ്? എനിക്ക് ഇത്ര ദിവസമായിട്ട് ക്ലാസ് കയറാൻ പറ്റിയില്ല. നല്ലൊരു ക്ലാസ് ആണ്, ഭയങ്കര ഇഷ്ടമാണ് ഈ ക്ലാസ്. എന്നും ഈ സൂം കയറ്റാനും വിചാരിക്കുമ്പോ ഇന്ന് കയറാൻ പറ്റിയിരുന്നു. ഓക്കെ, ഇതുവരെ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അല്ലെ? ഓക്കെ, ഇൻഷാല്ലാ. ഓക്കെ, അപ്പം എന്ത് ചെയ്യാ, ഇൻഷാല്ലാ ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും 5 AM തന്നെ കയറുക. മോർണിംഗ് പവർഫുൾ ആക്കി മാറ്റുക. ഒരു ദിവസം കംപ്ലീറ്റ് പവർഫുൾ ആക്കി മാറ്റുക. ഓക്കെ, അപ്പം ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അസ്സലാമു അലൈക്കും, ബൈ, സീ യു ദ നെക്സ്റ്റ് സെഷൻ.